ഓക്കെ, ദെൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താറല്ലോ പ്രോബിലിറ്റി എന്നുള്ള ഒരു മോഡ്യൂൾ തീർന്നതാണ്. ദെൻ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ദെൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ മുതലാണ് ഇനി പറയാൻ ബാക്കിയുള്ളത് അല്ലേ. ദെൻ ശ്രദ്ധിക്കുക, എന്തെങ്കിലും ടെക്നിക്കൽ എറേഴ്സ് ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം കേട്ടോ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞാണ് സർ ബെർണോളി എന്നുള്ള മാത്തമാറ്റീഷ്യൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പ്രോബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ എന്നുള്ള രണ്ട് ആൻസേഴ്സ്, രണ്ട് ഡൈക്കോട്ടോമസ് വാല്യൂസ് ആണ് ഉണ്ടാകുക. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള പിയും ക്യൂ എന്നുള്ള രണ്ട് വാല്യൂസ് ആണ് ഉണ്ടാകുക. അതിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞതാണ് NCX ഇൻറ്റു പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഏത് ഓർഡറിൽ ചെറിയ മാറ്റം ഉണ്ട് കേട്ടോ. ഇതിൽ പി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഫോർ സക്സസ് ആണ്. ദെൻ ക്യൂ എന്ന് പറഞ്ഞാൽ വൺ മൈനസ് പി ആണ്. ദെൻ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ് ആണ്. ദെൻ എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് ഇൻ എൻ ട്രയൽസ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ്. നോക്കാം. ദെൻ അതിന്റെ സിറ്റുവേഷന് പ്രോപ്പർട്ടീസ്, ഈ പ്രോപ്പർട്ടീസ് മൂന്നെണ്ണത്തിന്റെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ്. അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ് തന്നെ ചോദിക്കാറുണ്ട്. മൂന്നെണ്ണത്തിന് പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പ്രോപ്പർട്ടീസിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. പിന്നെ ചേഞ്ച് ലൊക്കേഷൻ എന്താണ്, പിയും എന്നും ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ എന്താണ് ചേഞ്ച് ചെയ്യും. ദെൻ ബോർഡ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് പ്രോബിലിറ്റി ആണ് മോഡ് എന്നുള്ളത്. ദ മീൻ എന്നുള്ളതാണ് NP ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് പി കോൺസ്റ്റന്റ് ആയി വെച്ച് എന്നെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ വാല്യൂസ് പ്രോബിലിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളത്. ദെൻ മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ NP ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് NPQ ആണ്. വേരിയൻസ് NPQ ആണ്. ഓക്കെ, പ്രോപ്പർട്ടീസ് പിന്നെ പറഞ്ഞാണ്. ദെൻ ഇഫ് L large and if neither P nor Q is close to zero, binomial distribution may be approximated to normal distribution. Okay, P Q എന്താണ് ക്ലോസ് ടു സീറോയിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇഫ് ടു ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ദേ ആർ സം ആൾസോ ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, രണ്ട് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സമ്മ് എന്താവും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ഫോളോ ചെയ്യുന്നുള്ളത്. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതല്ലേ. ഇതിൽ ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോക്കട്ടോ. ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒറ്റ എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ നോക്കുക. 8 unbiased coins were tossed simultaneously. Find the probability of getting. First question exactly 4 heads. Second question no heads. Third question 6 or more heads ആണ്. Then at most 2 heads. Then number of heads ranging from 3 to 5. Okay, ഇങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ആണ് തന്നത്. ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 8 കോയിൻസ് ആണ് ടോസ് ചെയ്യണത്. അപ്പോൾ ഓരോന്നിന്റെ പ്രോബിലിറ്റി കാണാനാണ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് എക്സാക്ട്ലി 4 ഹെഡ്സ്, ക്ലിയർ ആയിട്ട് 4 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇവിടെ കോയിൻസ് പറഞ്ഞുകൊണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പിയും ക്യൂവും കോയിൻസിന്റെ കേസിലാണ് പിയും ക്യൂ എന്താവും 1/2 ആവും വരിക. ഓക്കെ, പി 1/2 എന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ക്യൂ 1/2 ആവും വരിക. കാരണം ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് 1 - P ആണ്. സോ കോയിന്റെ കേസാണ് പറയുന്നുണ്ടെങ്കിൽ പിയും ക്യൂവും 1/2 ആവും. ദെൻ 8 കോയിൻസ് ആണ് പറഞ്ഞത്, അതുകൊണ്ട് N എന്താവും 8 ആവും. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എക്സാക്ട്ലി 4 ഹെഡ്സ് ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താവും 4 ആവും. എക്സ് ഈക്വൽ ടു 4. ദെൻ എന്നെ നമ്മൾ പറഞ്ഞ 8 കോയിൻസ് 8 തന്നെയാണ്. ദെൻ സോ ഇക്വേഷനിൽ വാല്യൂസ് അപ്ലൈ ചെയ്യും. NCX ഇൻറ്റു P റേസ് ടു എക്സ് ഇൻറ്റു Q റേസ് ടു N മൈനസ് എക്സ്. ഇവിടെ N നമ്മൾ 8 കൊടുക്കും. ദെൻ പിയും ക്യൂവും 1/2. ദെൻ എക്സ് 4 വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യാണ്. 8C4 ദെൻ 1/2 റേസ് ടു 4 ദെൻ 1/2 റേസ് ടു 8 മൈനസ് 4 എന്നുള്ളത് സോൾവ് ചെയ്യാൻ നമുക്ക് 70/256 എന്ന് കിട്ടും. ദെൻ നോ ഹെഡ്സ് അറ്റ് ഓൾ ആണ്. ഒരൊറ്റ ഹെഡും കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റി. ഇവിടെ എക്സിന്റെ വാല്യൂ എന്താവും 0 ആവും. ഇവിടെ എന്നും പിയും ക്യൂ ഒക്കെ എന്താണ് കോൺസ്റ്റന്റ് ആവും കേട്ടോ. ഒരു ക്വസ്റ്റ്യനിൽ എന്നിന്റെയും പിന്റെയും ക്യൂവിന്റെയും വാല്യൂ കോൺസ്റ്റന്റ് ആവും. പിന്നെ ആ ഒരു ക്വസ്റ്റ്യനിലെ സബ് ക്വസ്റ്റ്യൻസിനനുസരിച്ച് എക്സിന്റെ വാല്യൂസിലാണ് ചേഞ്ചസ് ഉണ്ടാവുക. ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എക്സിന്റെ വാല്യൂ നമ്മൾ എന്താണ് കൊടുത്തത് നോ ഹെഡ്സ് ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ 0. ഓക്കെ, എക്സിന്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. 8C0 എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ് വരിക. ഓക്കെ, കോമ്പിനേഷന്റെ സബ് ആയിട്ട് എന്താണ് 0 വന്നു കഴിഞ്ഞാൽ 1 ആണ് ആൻസർ വരിക. ദെൻ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ് ആൻസർ വരിക. ദെൻ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഈ ഒറ്റ വാല്യൂ ആണ് 1/2 റേസ് ടു 8 എന്നുള്ളത്. ഓക്കെ, 1/2 റേസ് ടു 8 എന്നുള്ളത് 2 റേസ് ടു 8 എന്ന് പറഞ്ഞാൽ 256 ആണ്. സോ 1/2 റേസ് ടു 8 എന്നുള്ളതിന്റെ 1/256 എന്ന് കിട്ടും.
പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 6 or more heads ആണ്. 6 or more heads എന്ന് പറഞ്ഞായിരിക്കും 6 heads കിട്ടാൻ പ്രോബിലിറ്റി പ്ലസ് 7 heads കിട്ടാനുള്ള പ്രോബിലിറ്റി ദെൻ 8 heads കിട്ടാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ അത് മൂന്നും കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അതിന്റെ മൂന്നിന്റെ സമ്മാണ് നമ്മൾ എടുക്കട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് 6 heads കിട്ടാനുള്ള പ്രോബിലിറ്റി നമ്മൾ ചെയ്യും, ദെൻ 7 heads കിട്ടാനുള്ള പ്രോബിലിറ്റി ചെയ്യും, ദെൻ 8 heads കിട്ടാനുള്ള പ്രോബിലിറ്റി ചെയ്യും. എന്നിട്ട് ഇത് മൂന്നും ആഡ് ചെയ്യും. ഇതിന്റെ ആൻസർ ആണ് വരിക പ്രോബിലിറ്റി ഓഫ് 6 or more heads എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇത് നമ്മൾ പറഞ്ഞതാണ് റേസ് ടു 0 എന്ന് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 1 ആണ് വരിക. ദെൻ LC0 അല്ലെങ്കിൽ NC0 എന്ന് കഴിഞ്ഞാലും 1 ആണ് വരിക. ഓക്കെ, ദെൻ എന്നും എക്സും ഈക്വൽ ആയി കഴിഞ്ഞാലും 1 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇതൊന്നാണ് ഷോർട്ട് കട്ട് ആണ്, പെട്ടെന്ന് ഈസി ആയിട്ട് ആൻസർ കാണാനുള്ളത്. മറ്റേത് കാൽക്കുലേറ്റർ വലുത് കൺഫ്യൂഷൻ ആണ്ട. ഇവിടെ റേസ് ടു 0 എന്ന് കഴിഞ്ഞാൽ എപ്പോഴും അതിന്റെ ആൻസർ 1 തന്നെ ആവും. ദെൻ 0 ഇവിടെ സിന്റെ അടി 0 എന്ന് വന്നാൽ 1 തന്നെ ആവും. ദെൻ എന്നും എക്സും സെയിം വാല്യൂ ആയാലും 1 തന്നെ ആവും വരിക. ഓക്കെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്ലിയർ അല്ലേ? ഇനി വേറെ വല്ല ഡൗട്ട്സും വല്ലതും ഉണ്ടോ? ഓക്കെ, ദെൻ പിന്നെ പറഞ്ഞ ഫിറ്റിംഗ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫിറ്റിംഗ് കഴിഞ്ഞ പ്രാവശ്യം എസ്സേക്ക് ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ചോദിച്ചു. ഓക്കെ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫിറ്റിംഗ് അതിന്റെ സ്റ്റെപ്സ് എത്രയാണ്? 4 സ്റ്റെപ്സ് ആണല്ലേ. ഫസ്റ്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 0 മുതൽ n വരെ എക്സിന്റെ വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എത്രയാണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് n p q ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ n-ന്റെ വാല്യൂ, p-ന്റെ വാല്യൂ, q-ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യുക. Then second question ആണ് substitute the value of npq in the binomial distribution function of ncx into p raised to x into q raised to n minus x. Okay, ആ ഇക്വേഷനിൽ നമ്മൾ എന്താണ് npq-ന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then put x ആണ്, ചില ബുക്സിൽ എക്സിന് പകരം r യൂസ് ചെയ്യട്ടോ, രണ്ട് സൈമിൾട്ടേനിയസ്ലി യൂസ് ചെയ്യുന്ന വർക്കാണ് x r എന്നുള്ളത്. Put x equal to 0 1 2 in the function of ncx into p raised to x into q raised to n minus x. Okay, എക്സിന്റെ വാല്യൂ 0 മുതൽ നമ്മൾ എക്സിന്റെ വാല്യൂ n വരെയുള്ള എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഓരോന്നിന്റെയും സെപ്പറേറ്റ് p of x കാൽക്കുലേറ്റ് ചെയ്യാം. Then multiply each such terms by total frequency n to obtain the expected frequency. എന്നിട്ട് കിട്ടിയ p of x നെ നമ്മൾ എന്ത് ചെയ്യണം? e of x കിട്ടാൻ വേണ്ടിയിട്ട് n-ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടാൻ വേണ്ടിയിട്ട് p of x നെ സം ഓഫ് ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം കിട്ടുന്ന സം ഓഫ് ഫ്രീക്വൻസിയും p of x-ഉം മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ പ്രോഡക്ട്സ് ആണ് എന്ത്? e of x അല്ലെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താലേ ക്ലിയർ ആവും. ദ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം എസ്സേക്ക് ചോദിച്ചത്. ഓക്കെ, the 8 coins were tossed together 256 times. Find the expected frequency of heads. Find mean and standard deviation. Okay, 8 coins toss ചെയ്യുന്ന കാര്യമാണ് വേറെ 256 times എന്നാണ് 8 coins toss ചെയ്യുന്നത്. Find the expected frequencies of heads ആണ്. Expected frequencies of heads എന്ന് പറഞ്ഞാൽ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, കാരണം എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാമെന്നാണ് ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ഫൈൻഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതുപോലെ തന്നെ അതിന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് നോക്കുക, കോയിൻസിന്റെ കേസ് ആണ് പറയുന്നത്. സോ കോയിൻസിന്റെ കേസ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് കൺഫ്യൂഷൻ ഇല്ല. പി ഒ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ ഗെറ്റിംഗ് ഹെഡ് ആവും പി, അല്ലെങ്കിൽ ഗെറ്റിംഗ് ടൈൽ ആവും പി. രണ്ട് എന്നാലും എന്താണ് പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്നുള്ളത് സെയിം ആണ്, 1/2 ആണ് വരിക. സോ പി ഓഫ് പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്നുള്ള ഗെറ്റിംഗ് ഹെഡ്സ് എന്നുള്ള എന്താണ് 1/2 ആണ്. സോ പി 1/2 ആയതുകൊണ്ട് തന്നെ ക്യൂ എന്താവും? 1/2 ആവും. ഓക്കെ, സൗണ്ട് ക്ലിയർ അല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ, സോ നോക്കുക, പി 1/2 ആയതുകൊണ്ട് ക്യൂ 1/2 തന്നെ. ഇthen നോക്കുക, ഇക്വേഷനിൽ നോക്കുക, പ്രോബിലിറ്റിന്റെ ഫംഗ്ഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? NCX ഇൻറ്റു പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു n മൈനസ് എക്സ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞ 8 കോയിൻസ് ആണ് ടോസ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, കൺഫ്യൂഷൻ ആയത് ഇവിടെ 8 കോയിൻസ് ആണ്. 10 എന്നുള്ള ഈ 256 എന്നുള്ള എന്താണ്? സം ഓഫ് ഫ്രീക്വൻസി ആണ്. 256 എന്നുള്ളത് ലാസ്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഇവിടെ 8 കോയിൻസ് ആണ് പറഞ്ഞത്. സോ n-ന്റെ വാല്യൂ 8 ആവും വരിക. ദെൻ p-ന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു 1/2, ദെൻ q-ന്റെ വാല്യൂ പറഞ്ഞ 1/2 എന്നുള്ളത്. ദെൻ n 8. ഇനി നോക്കുക, ഇതാണ് നമ്മളെ പ്രോബിലിറ്റി ഫംഗ്ഷന്റെ ഒരു ഇക്വേഷൻ. 8cx then 1/2 raised to x then 1/2 raised to 8 minus x എന്നുള്ളത്.
ദെൻ ഇനി എക്സിന്റെ വാല്യൂ ഏതൊക്കെ കൊടുക്കണം? എക്സ് ഈക്വൽ ടു 0 1 2 3 അപ് ടു n വരെയുള്ള നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ടു ഗെറ്റ് ഓൾ ടേംസ് ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ ടേംസും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ 0 മുതൽ എക്സിന്റെ വാല്യൂ n വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ എക്സ് ഫസ്റ്റ് 0 സ്റ്റാർട്ട് ചെയ്യും, n എത്രയാണ്? 8 വരെയാണ്. അപ്പൊ 8 വരെ എക്സിന്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് എക്സിന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ നോക്കുക പി ഓഫ് എക്സ് എന്താവും വരിക? 8 ഇൻറ്റു 1/2 റേസ് ടു 0 ഇൻറ്റു 1/2 റേസ് ടു 8 മൈനസ് 0 ആണ്. 8 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 8 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 0യിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ 8C0 1 ആണ് വരിക. ദെൻ 1/2 റേസ് ടു 0യും 1 ആണ് വരിക. പിന്നെ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ 1/2 റേസ് ടു 8 ആണ്. ഓക്കെ, 1/2 റേസ് ടു 8 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം 2ന്റെ റേസ് ടു 8 എന്ന് പറഞ്ഞാൽ 256 ആണ്. ഓക്കെ, ദെൻ പിന്നെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു ഇത് പി ഓഫ് എക്സ് ആണ് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണേ. ഈ പി ഓഫ് എക്സ് ഇൻറ്റു സം ഓഫ് ഫ്രീക്വൻസീസ് ആണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ n. ഓക്കെ, സം ഓഫ് ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടും. ഇപ്പോൾ ഇവിടെ പി ഓഫ് എക്സ് ഇൻറ്റു സം ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ സിഗ്മ എഫ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ n. ഓക്കെ, സോ പി ഓഫ് എക്സ് 1/256 ഇൻറ്റു 256. ഓക്കെ, 256 ഇൻറ്റു 1/256 എന്ന് പറഞ്ഞാൽ 2 വെട്ടി പോയി കഴിഞ്ഞാൽ ബാക്കി ഒന്നാണ് ഉണ്ടാവുക. സോ ആൻസർ വിൽ ബി 1. ഓക്കെ, ദെൻ സെക്കൻഡ് നോക്കുക, എക്സിന്റെ വാല്യൂ നമ്മൾ 1 കൺസിഡർ ചെയ്ത് ദെൻ 8C1 ദെൻ 1/2 റേസ് ടു 1 ദെൻ 1/2 റേസ് ടു 7. ഓക്കെ, ഇവിടെ 7 ഒന്ന് ക്ലിയർ ആണല്ലോ, 8 മൈനസ് 1 വരും, അപ്പൊ 7 ആണ് വരിക. പിന്നെ ഇതിന്റെ ഒക്കെ നോക്കുക, റേസ് ടു ഒക്കെ എന്താണ്? ഇവിടെ 1ഉം ഇവിടെ 7ഉം 8 ആണ് വരിക. അപ്പോൾ ഡിനോമിനേറ്റർ ഒക്കെ 256 ആണ് വരിക ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ നമുക്ക് പോയിന്റ്സ് വെച്ചിട്ടും ചെയ്യട്ടോ. ഇപ്പൊ രണ്ട് രീതിയിലും ചെയ്യുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് ഒക്കെ സെയിം എന്നാവും വരിക. കാരണം ഒക്കെ എന്താണ്? റേസ് ടു മാക്സിമം 8 ആണ് വരിക. ഒന്നെങ്കിൽ ഇവിടെ ഫുൾ 8 വരും, അല്ലെങ്കിൽ ഈ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? മാക്സിമം റേസ് ടു 8 ആണ് വരിക. സോ ഡിനോമിനേറ്റേഴ്സ് ഒക്കെ നമുക്ക് എന്താണ്? സെയിം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും 256 എന്നുള്ളത്. പിന്നെ ഇവിടെ 8C1 എന്നുള്ളത് എന്താണ്? 8 തന്നെ വരിക. അപ്പോൾ ന്യൂമറേറ്ററും എന്താവും വരുള്ളൂ? 8 മാക്സിമം ഉണ്ടാവുള്ളൂ. ഓക്കെ, ദെൻ അപ്പോൾ ഇതിന് ആൻസർ 8/256 ആണ്. ഇൻറ്റു 256 എന്ന് പറഞ്ഞാൽ ആൻസർ 8 വരും. ഇങ്ങനെ ഈ രീതിയിലാണ് എക്സിന്റെ വാല്യൂ 0 മുതൽ 8 വരെ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ് ഇവിടെ 8C8 എന്താണ്? 8C8 എന്ന് പറഞ്ഞാൽ എന്നും എക്സും സെയിം ആയി കഴിഞ്ഞാൽ ഇവിടെ 1 ആണ് വരിക. ഓക്കെ, പിന്നെ നമുക്ക് കാൽക്കുലേറ്റ് പിന്നെ എന്താണ്? 1/2 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ 8C8ഉം 1 ആവും, ദെൻ 1/2 റേസ് ടു 0യും 1 ആവും. പിന്നെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഈ 1/2 റേസ് ടു 8 ആണ്. ഓക്കെ, 1/2 റേസ് ടു 8ന്റെ വാല്യൂ നമുക്ക് അറിയാലോ, 1/256 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 0യും എക്സിന്റെ വാല്യൂ 0യും ദെൻ എക്സിന്റെ വാല്യൂ എന്നും തന്നു കഴിഞ്ഞാൽ ക്ലിയർ ആണ്. എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ ലാസ്റ്റ് ഉള്ള ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ്ടുള്ളൂ. അതായത് q റേസ് ടു n മൈനസ് എക്സ്, ഇത് മാത്രമേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ എക്സിന്റെ വാല്യൂ എന്നിന്റെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ ഇവിടെ എന്നും 8 ആണ്, എക്സും 8 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പി റേസ് ടു എക്സ് മാത്രമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബാക്കി ഇവിടെ 0 ആണ്. ഓക്കെ, 8C8ഉം 0 ആയി പോവും. ദെൻ 1/2 റേസ് ടു 0യും അല്ല, ഇവിടെ 8C8 1 ആയി പോവും, ഇവിടെ 1/2 റേസ് ടു 0യും 1 ആയി പോവും. ബാക്കി ഇത് മാത്രമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇത് ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കാറ്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് എക്സിന്റെ വാല്യൂ 0 മുതൽ എക്സ് ഏത് വരെ ഉണ്ടോ അതുവരെ ഉള്ളതിന്റെ പി ഓഫ് എക്സ് കാണണം. ദെൻ പി ഓഫ് എക്സ് കണ്ട് കഴിഞ്ഞിട്ട് പി ഓഫ് എക്സ് ഇൻറ്റു സിഗ്മ എഫ് ആണ്, അല്ലെങ്കിൽ സം ഓഫ് ഫ്രീക്വൻസീസ് ആണ്. അതിന്റെ പ്രൊഡക്ട്സ് ആണ് എന്ത്? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്നുള്ളത്. ഇത്രയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലുള്ളത്. പിന്നെ കുറച്ച് വൈഡ് നമ്മൾ വെറൈറ്റീസ് ഓഫ് പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കിക്കണം. അപ്പോൾ അത് ഓരോന്ന് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യട്ടോ. പിന്നെ അതുപോലെ തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ പിന്നെ ഒരു മോഡൽ നമ്മൾ ചെയ്തിരുന്നത്. പിന്നെ പ്രോബിലിറ്റി ചോദിക്കുകയാണെങ്കിൽ അല്ല പെർസെൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ അറിയില്ലേ, നമ്മൾ സാധാരണ രീതിയിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ചെയ്യൽ അതിന്റെ പ്രോബബിലിറ്റി ആണ്. പ്രോബിലിറ്റി പറഞ്ഞാൽ 0 to 1 വരെയാണ്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു പ്രോബിലിറ്റിനെ ഇൻറ്റു 100 ചെയ്യേണ്ടി വരും. ഓക്കെ, ഇൻറ്റു 100 ചെയ്താൽ ആ പ്രോബിലിറ്റി നമുക്ക് പെർസെൻറ്റേജ് ആവും. ഇപ്പം നമുക്ക് 40.48 എന്നാണ് പ്രോബിലിറ്റിയിൽ കിട്ടിയത്. പക്ഷെ ക്വസ്റ്റ്യനിൽ ചോദിച്ചതെന്താണ്? നമ്മളോട് പെർസെൻറ്റേജ് കാണാനാണ്. അങ്ങനെയാണെങ്കിൽ ആ 0.48 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് 48% എന്ന് കിട്ടും. ഓക്കെ, പിന്നെ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്കറിയാം മീൻ കാണാനുള്ള ഇക്വേഷൻ എന്നുള്ളത് ഞാൻ എൻ്റെ പിക്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന് പറയാം. മീൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം NP ആണെന്നുള്ളത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം √NPQ ആണെന്ന്.
അപ്പോൾ ഈ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ട് നമ്മളോട് ചിലപ്പം പി കാണാൻ പറയും, ക്യൂ കാണാൻ പറയും, അതിൻ്റെ പ്രോബിലിറ്റി ഫങ്ഷൻസ് ഒക്കെ എഴുതാൻ പറയും. അപ്പം മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ്. അപ്പം മീൻ നമുക്കറിയാം, മീൻ എന്നുള്ളതിൻ്റെ ഇക്വേഷൻ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളതിൻ്റെ ഇക്വേഷൻ NPQ ആണ്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ മീനും വേരിയൻസ് തന്നു കഴിഞ്ഞാൽ, മീനും വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ റൂട്ട് NPQ ആണ് എന്ത് വേരിയൻസ് എന്നുള്ളതിന്. അപ്പോൾ NPQൻ്റെ വാല്യൂ തന്ന് മീനിൻ്റെ വാല്യൂ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്യൂവിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യല്ലോ. അപ്പോൾ മീനും വേരിയൻസ് തന്നു കഴിഞ്ഞാൽ ക്യൂവിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രോബ്ലം നോട്ടിൽ ചെയ്തിക്കണം. അപ്പോൾ അതൊന്ന് നോക്കട്ടോ. കാരണം മീനും വേരിയൻസും തന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടും. Q = NPQ / NP ആണ് വരിക. അപ്പോൾ NPQ NPയും അല്ല NP വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി Q ആണ് ആൻസർ വരിക. അപ്പോൾ നമുക്ക് Q കിട്ടും. ദെൻ Q എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 - P ആണെന്ന്. അത് വെച്ച് കഴിഞ്ഞാൽ റിമൈനിങ് പോർഷൻസ് ആണ് P എന്നുള്ളത്. ദെൻ പിയും ക്യൂവും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് N കിട്ടുമല്ലോ. NP എന്ന് എന്താണ്, P ഡിവൈഡർ മതിയല്ലോ. N = NP / P ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് N-ന്റെ വാല്യൂവും കിട്ടും. സോ N-ഉം കിട്ടും, P കിട്ടും, ക്യൂവും കിട്ടും. ഈ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അല്ലെങ്കിൽ മീനും വേരിയൻസും തന്നു കഴിഞ്ഞാൽ N-ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, P-ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, ക്യൂവിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ അതിൽ ചോദിക്കുള്ളൂ. അപ്പോൾ ഈ 3 ടൈപ്സും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ, ദെൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് P(x) കാണാൻ, ദെൻ N-ന്റെ വാല്യൂ ഡിറൈവ് ചെയ്യാൻ, P-ന്റെ വാല്യൂ ക്യൂവിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്തെടുക്കാൻ, മീനും വേരിയൻസും തന്നിട്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആണ് ഇതൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ചോദിക്കുക. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ നീ റിപ്ലൈ തരുട്ടോ, അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ട് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അത് പറയട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഒന്ന് ഫാസ്റ്റ് ആക്കണം. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ട് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യട്ടോ, ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ പറയട്ടോ. ദെൻ പിന്നെ വരുന്നതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഒരു ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ പറഞ്ഞു തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ 3 ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് എന്നും അതുപോലെ തന്നെ കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഈ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലാണ് ബൈനോമിയലും വരുന്നത്, അതുപോലെ തന്നെ പോയിസണും വരുന്നത്. പിന്നെ കണ്ടിന്യൂസിലാണ് എന്ത് വരുന്നത്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഡെഫിനിറ്റ് ഓർഡേഴ്സ് ഉണ്ടാവും. അപ്പം ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്, അല്ല പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. നോക്കുക, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. In binomial distribution, the total number of trials are known previously, but in certain real life situation, it may impossible to count the number of times a particular event occur or does not occur. In such cases, Poisson distribution is more suitable. Poisson distribution is a discrete probability distribution. It was originated by Simon Dennis Poisson. The Poisson distribution is defined as P of x equal to e raised to minus m raised to x divided by x factorial, where x equal to random variable number of success in n trials and e equal to 2.7183. Then m equal to mean of Poisson distribution. Okay, നമ്മൾ പറഞ്ഞേ പിന്നെ പറഞ്ഞ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ലിമിറ്റിംഗ് ഫോം ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, പിന്നെ ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷനും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും ക്വസ്റ്റനിൽ ചിലപ്പോൾ സെപ്പറേറ്റ് പറയണമെന്നില്ല, നമ്മളോട് ഏതാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമ്മളോട് എന്താണ് ജസ്റ്റ് പ്രോബിലിറ്റി കാണാനാണ് പറയാം. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണം ഇത് പോയിസൺ ആണോ അത് ബൈനോമിയൽ ആണോ എന്നുള്ളത്. ഇപ്പോൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, പോയിസൺ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് ട്രയൽസ് നമുക്ക് മുൻകൂട്ടി അറിയും എത്രയാണ് എന്നുള്ളത്. അറിയെങ്കിൽ മാത്രമേ പോയിസൺ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്പർ ഓഫ് ട്രയൽസിനാണ് നമുക്ക് എന്താണ് ക്ലിയർ ആയിട്ട് ക്വസ്റ്റനിൽ തന്നിരിക്കും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ. ബട്ട് ഇൻ ദി കേസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എന്താണ്, എന്നിന്റെ വാല്യൂ നമ്പർ ഓഫ് ട്രയൽസ് എന്താണ് അൺനോൺ ആവും. നമുക്ക് എന്താണ് പ്രീവിയസ് ആയിട്ട് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താണ് ഹ്യൂജ് നമ്പേഴ്സ് ഓഫ് ട്രയൽസ് ഉണ്ടാവും. ഇങ്ങനത്തെ കേസിലാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്യല്. അതുപോലെ തന്നെ പിന്റെ വാല്യൂ എന്താണോ സ്മാൾ വാല്യൂ പിന്റെ വാല്യൂ എന്നുള്ള 0.00 അല്ലെങ്കിൽ 0.02 ആകും വരിക. അല്ല പ്രോബിലിറ്റി എന്നുള്ളത്, പ്രോബിലിറ്റി ഫോർ സക്സസ് എന്നുള്ളത് എന്താണ് വളരെ കുറവാകും. പിന്നെ അതുപോലെ തന്നെ n എന്നുള്ള എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ n എന്നുള്ളത് ഒരു ലിമിറ്റിംഗ് ആണ്. മാക്സിമം 30 അല്ലെങ്കിൽ 50 വരെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്പർ ഓഫ് ട്രയൽസ് വരുള്ളൂ. ദെൻ 100 എബോവ് ട്രയൽസ് വരികയാണെങ്കിൽ അതും പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുപോലെ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്നുള്ളെങ്കിൽ ഉള്ളത് വെരി സ്മാൾ ആണെങ്കിലും പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം ആ ഒരു കേസ് 2-3 സിറ്റുവേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്താണ് ക്വസ്റ്റ്യനിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എൻ്റെ വാല്യൂ
മാക്സിമം 30 വരെയാണ് പറയല്. അപ്പൊ 30 അതിന്റെ അടിയിലേക്കാണ് n എന്നുണ്ടെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുപോലെ തന്നെ n ന്റെ വാല്യൂ അറിയില്ല അല്ലെങ്കിൽ അൺനോൺ ആണ്, അല്ലെങ്കിൽ n ന്റെ വാല്യൂ 100 അബോവ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 50 അബോവ്സ് ഉണ്ടെങ്കിൽ അതും പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദെൻ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്നുള്ളത് വെരി സ്മാൾ ആണെങ്കിൽ അതും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് അല്ല, പ്രോബിലിറ്റി അല്ല, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് കേട്ടോ, പറയുന്നത് മാറില്ലല്ലോ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് മനസ്സിലാക്കുക. ദെൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇത് ഒറിജിൻ ചെയ്ത് സൈമൺ ഡെനിസ് പോയ്സൺ എന്നുള്ള ആളുടെ പേരിലാണ്. ദെൻ ഇക്വേഷൻ ആണ് ഇ റേസ് ടു മൈനസ് എം എം റേസ് ടു എക്സ് എക്സ് ഫാക്ടോറിയൽ എന്നുള്ളത്. ഇ എന്ന് പറഞ്ഞാൽ അറിയാം കോൺസ്റ്റന്റ് വാല്യൂ ആണ്, 2.713 എന്നാണ് ഇന്റെ വാല്യൂ. എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് ആണ് ഇനി എൻ ട്രയൽസ്, എത്ര പ്രാവശ്യം സക്സസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എക്സ്. ദെൻ എം എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിയർ ആയിട്ട് ഒറ്റ വേരിയബിൾസ് ഫൗണ്ട് ചെയ്ത് നമുക്ക് ഇത് ഫുൾ ആൻസർ ചെയ്യാൻ പറ്റും. എം എന്നുള്ള വാല്യൂ ആണ് നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യുക. എം കിട്ടി കഴിഞ്ഞാൽ ഈ നമുക്കറിയാം കോൺസ്റ്റന്റ് ആണ്. ദെൻ എക്സ് ക്വസ്റ്റ്യനിൽ പറയും എക്സ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ചെയ്യുക എം ആണ്, മീൻ ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. മീൻ എത്രയാണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടി വരിക. അത് കിട്ടി കഴിഞ്ഞാൽ എന്താണ് ഇന്റെ വാല്യൂ നമുക്കറിയാം കോൺസ്റ്റന്റ് ആണ്. ദെൻ എക്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും സക്സസ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. നോക്കുക, പ്രോപ്പർട്ടീസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പോയിസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. then പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ സിംഗിൾ പാരാമീറ്റർ മാത്രമുള്ളത്, ഒറ്റ പാരാമീറ്റർ മാത്രമേ ഉള്ളൂ എം. എം എന്ന് പറഞ്ഞാൽ എന്താണ്, എം ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വാല്യൂസും നമുക്ക് ഫൗണ്ട് ചെയ്യാൻ പറ്റും. എം എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദെൻ ഇറ്റ്സ് എ പോസിറ്റീവ് സ്ക്യൂനർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആർ ഈക്വൽ ടു എം ആണ്. മീനും വേരിയൻസും എന്താണ് എം ആണ്. സോ സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്താവും, റൂട്ട് എം ആവും. ഓക്കെ, മീനും വേരിയൻസും എം ആവും. വേരിയൻസ് എം ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിവിഷൻ റൂട്ട് എം ആവും. ഓക്കെ, ദെൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ദ നമ്പർ ഓഫ് സക്സസ് ഈസ് റിലേറ്റീവ്ലി സ്മാൾ ആണ്. നമ്പർ ഓഫ് സക്സസ് ആവാനുള്ള റേറ്റ് എന്നുള്ളത് റിലേറ്റീവ്ലി സ്മാൾ ആണ്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ഒക്കെ പറയാറുണ്ട്. ഇപ്പം നമ്പർ ഓഫ് ആക്സിഡന്റ് ടേക്കൻ ഇൻ എ റോഡ്സ് എന്നുള്ളത്, നമ്മൾ അറിയാം ഒരു റോഡ്സിൽ ഒരു ആക്സിഡന്റ് നടക്കുക എന്നുള്ള പ്രോബിലിറ്റി എന്നുള്ളതാണ് വളരെ റയർ ആണ്. അതിന്റെ പ്രോബിലിറ്റി നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ പ്രോബിലിറ്റി ഉണ്ടാവും. കാരണം ഒരുപാട് വെഹിക്കിൾസ്, ഒരുപാട് ട്രയൽസ് അതിലൂടെ നടക്കുന്നുണ്ട്, ഒരുപാട് വെഹിക്കിൾസ് പാസ് ആകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് അവിടെ ആക്സിഡന്റ് നടക്കുക എന്നുള്ളത് റയർ കേസ് ആണ്. അതിന്റെ പ്രോബിലിറ്റി എന്നുള്ളത് വളരെ ചെറുതാണ്. പക്ഷെ ട്രയൽസ് എന്താവും വളരെ കൂടുതലാണ്. ആ ഒരു കേസിലാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ യൂസ് ചെയ്യുക. നമ്പർ ഓഫ് സക്സസ് റിലേറ്റീവ്ലി സ്മാൾ ആവും. ദെൻ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞ് റൂട്ട് എം ആണ്. മീനും വേരിയൻസും എമ്മും, അതുപോലെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ റൂട്ട് എമ്മും ആണ്. പിന്നെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് ആണ് വേർ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി യൂസ്ഡ്. നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ആണ്. Okay, to count the number of telephone calls arising at a telephone switchboard in a unit of time. Then to count the number of customers arising at supermarkets in a unit of time. To count the number of defects in a statistical quality control. To count the number of bacteria per unit. To count the number of defectives in a park of manufactured goods. To count the number of persons dying due to heart attack in a year. To count the number of accidents taking place in a day on a busy roads. Okay, ഇതൊക്കെ പറയുന്ന നമ്പർ ഓഫ് സക്സസ് വളരെ റയർ ആയിട്ടുള്ള കേസുകളാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ യൂസ് ചെയ്യുക. ഒരു ബിസി റോഡിൽ ആക്സിഡന്റ് നടക്കാനുള്ള പ്രോബിലിറ്റി, പിന്നെ അത് ഹാർട്ട് അറ്റാക്ക് പ്രകാരം ഒരു വർഷം ആൾക്കാർ മരിക്കാനുള്ള പ്രോബിലിറ്റി, അതൊക്കെ എന്താണ് ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്. പക്ഷെ അത് ഹാർട്ട് അറ്റാക്ക് ആവാനുള്ള ചാൻസ് എന്താണ് വളരെ കുറവാണ്. പിന്നെ മാനുഫാക്ചർഡ് ഗുഡ്സിൽ എന്താണ് ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി, അതൊക്കെ എന്താണ് 100 അബോവ് ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാക്സിമം 2% 3% ഒക്കെ എന്താവുള്ളൂ. അപ്പോൾ 3% എന്ന് പറയുമ്പോൾ എന്താണ് 0.03 ആണ്. പ്രോബിലിറ്റി വില പറയുമ്പോൾ 0.03 ആണ് സക്സസ് ആവാനുള്ള പ്രോബിലിറ്റി എന്നുള്ളത്. ഇപ്പൊ സക്സസ് പ്രോബിലിറ്റി എന്നാണ് വളരെ കുറയണം, അതുപോലെ തന്നെ നമ്പർ ഓഫ് ട്രയൽസ് വളരെ കൂടണം. ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഞാൻ ഇതിന്റെ ഫിറ്റിംഗ് മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസിന്റെ മെറ്റീരിയൽ ആണ്. അതൊന്നും ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിയർ ആവുമല്ലോ. ഓക്കെ, ഒരു ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്ക്രീൻ വിസിബിൾ അല്ലേ?
ഒരു മെറ്റീരിയൽ കാണില്ലേ, നോക്കുക. A fruit seller from his past experience he note that 3% of apples in each basket will be defective. What is the probability of that exactly 4 apples will be defective in a basket? Okay, ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാണ് ഇൻ ഹിസ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഹി നോട്ട് ദാറ്റ് 3% ഓഫ് ആപ്പിൾസ് എന്നാണ് ഈച്ച് ബാസ്ക്കറ്റ് വിൽ ബി ഡിഫക്റ്റീവ് ആണ്. അയാൾക്കറിയാം, അയാളെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അയാൾക്കറിയാം മിനിമം എന്താണ് 3% ആപ്പിൾ ഓരോ ബാസ്ക്കറ്റും ഡിഫക്റ്റീവ് പ്രൊഡക്ട്സ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. ഈ 3% എന്ന് പറയുന്നത് എന്താണ്, പെർസെൻറ്റേജിലാണ്. 3% എന്നാ പറഞ്ഞത്. അതുകൊണ്ട് അതിനെ നമ്മൾ പ്രോബിലിറ്റിയിലാക്കുമ്പോൾ എത്രയാണ് വരിക, 0.03 ആണ് വരിക. ഓക്കെ, നോക്കുക. അപ്പോൾ 3% ആണ് പറയുന്നത്. ഈ 3% എന്നുള്ള എന്താണ്, പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു ആവറേജ് ആണ് കേട്ടോ. ഈ 3 എന്നുള്ളത് ആവറേജ് ആണ്. അപ്പൊ എം എന്നുള്ളത് എന്താണ്, 3 ആണ് വരിക. ദെൻ എക്സ് എത്രയാണ് കാണാൻ പറഞ്ഞത് നമ്മളോട്, 4 ആപ്പിൾസ് ആണ്. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 4 ആപ്പിൾസ് ആണ്, 4 ആപ്പിൾസ് ഡിഫക്റ്റീവ് ആണുള്ള ചാൻസ് എത്ര ഉണ്ടെന്നാണ്. സോ എക്സിന്റെ വാല്യൂ 4ഉം എമ്മിന്റെ വാല്യൂ 3 ആണ് വരിക. സോ ഇ റേസ് ടു മൈനസ് എമ്മിന് എമ്മിന്റെ വാല്യൂ 3 കൊടുക്കും. ദെൻ ഇൻറ്റു എം റേസ് ടു എക്സ് എന്നുള്ള എക്സിന്റെ വാല്യൂ എന്താണ്, 4 ആണ്. ഓക്കെ, സോ 3 റേസ് ടു 4 ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാം 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. ദെൻ ഇ റേസ് ടു -3 എന്നുള്ളത് സയന്റിഫിക് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻറ്റു 3 റേസ് ടു 4. ഓക്കെ, സോൾവ് ചെയ്യാൻ നമുക്ക് 0.16804 എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, ഈ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. പിന്നെ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്നായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, വിൽ ബി ലെസ് ദാൻ 4 ആക്സിഡന്റ്. ലെസ് ദാൻ 4 ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0, 1, 2, 3, 4 ആണ്. ഇത് മൂന്നും കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്യണം. ഓക്കെ, ലെസ് ദാൻ 4 ചോദിച്ചുകൊണ്ടാണ്. പിന്നെ ആവറേജ് ഓഫ് 4 ആക്സിഡൻസ് പെർ ഇയർ എന്ന് പറഞ്ഞ്, ആവറേജ് ഓഫ് 4 ആക്സിഡൻസ് എന്ന് പറഞ്ഞാൽ എമ്മിന്റെ വാല്യൂ 4 ആണ്. സോ എമ്മിന്റെ വാല്യൂ നമ്മൾ 4, പിന്നെ എക്സിന്റെ വാല്യൂ 0, 1, 2, 3, 4 വരെ കൊടുക്കും. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഇത് സോൾവ് ചെയ്യുക. ദെൻ പിന്നെ ചോദിക്കാറുള്ളത് ഈ ഫിറ്റിംഗ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഫിറ്റിംഗ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ ഫിറ്റിംഗ് ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത്, ഇനി ഫിറ്റിംഗ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇപ്പോൾ ഫിറ്റിംഗ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെയാണ്. പക്ഷേ നമ്മൾ എം കാൽക്കുലേറ്റ് ചെയ്യണം. എം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, എക്സിന്റെ വാല്യൂ 0 മുതൽ ഏത് വരെയാണോ ഇത് കൊടുത്തത് അത് വരെയാണ്. എക്സിന്റെ വാല്യൂ n വരെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ n ഹ്യൂജ് നമ്പേഴ്സ് ആവും. സോ ക്വസ്റ്റ്യനിൽ നോക്കാം, ക്ലിയർ ആയിട്ട് എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏതുവരെ ചെയ്യണം എന്ന് ഒരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടാബിളാവും തരിക. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ഫിറ്റിംഗ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഫുൾ ആയിട്ടില്ല, ടെസ്റ്റ് ഫോട്ടോ എടുത്താണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ എന്താണ്, ഒരു ബുക്സിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. എക്സും ഉണ്ട് എഫും ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫിറ്റിംഗ് ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മളോട് പറഞ്ഞത്. അല്ലെങ്കിൽ എന്താണ്, കമ്പ്യൂട്ട് ദി വേരിയൻസ് ഓഫ് ഫിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഓക്കെ, ഇവിടെ എക്സും തന്നിക്കണം എഫും തന്നിക്കണം. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻസ് ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ തിയററ്റിക്കൽ ഫ്രീക്വൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ തിയററ്റിക്കൽ ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ആദ്യം മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എം ആണല്ലോ മീൻ എന്ന് പറഞ്ഞാലേ. ഓക്കെ, സോ മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എക്സ് ബാർ ആണ്. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് ആണ്. സിഗ്മ എഫ് അല്ലെങ്കിൽ എൻ എന്നുള്ളത്, ക്യാപിറ്റൽ ലെറ്റർ എൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് ആണ് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് എന്താണ് മീൻ കാൽക്കുലേറ്റ് സിഗ്മ എഫ് എഫ് എക്സ് ആണ്, എഫ് എക്സിന്റെ സമ്മ് സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ്. ഓക്കെ, സോ മീൻ ഈക്വൽ ടു 0.99 എന്ന് കിട്ടും. ഓക്കെ, ദെൻ മീൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം എക്സിന്റെ വാല്യൂ 0 മുതൽ 6 വരെയാണുള്ളത്. അപ്പോൾ എക്സിന്റെ വാല്യൂ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. മീൻ എമ്മിന്റെ വാല്യൂ നമുക്ക് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. എം കിട്ടിക്കഴിഞ്ഞ് ദെൻ എം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സിന്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ എക്സിന്റെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സിന്റെ വാല്യൂ 2, അങ്ങനെ എക്സിന്റെ വാല്യൂ ഇവിടെ 6 വരെയാണ്. അപ്പോൾ 6 വരെയുള്ള വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് പി ഓഫ് എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പി ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം തിയററ്റിക്കൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്നുള്ളത് പി ഓഫ് എക്സ് ഇൻറ്റു എൻ ആണ്, അല്ലെങ്കിൽ പി ഓഫ് എക്സ് ഇൻറ്റു സിഗ്മ എഫ് ആണ്. ഓക്കെ, സം ഓഫ് ഫ്രീക്വൻസീസ് ആണ്. ഇവിടെ സം ഓഫ് ഫ്രീക്വൻസി എന്നുള്ള 100 ആണ്. ഈ കിട്ടിയ പി ഓഫ് എക്സ് നമ്മൾ ഓരോന്നിനും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ കിട്ടണമെന്ന് തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇവിടെ നമ്മളോട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ആണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ ഫിറ്റ് ചെയ്തിട്ട് നമ്മളോട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ആണ് കാണാൻ പറഞ്ഞത്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി തന്നെയാണ് കേട്ടോ തിയററ്റിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, സെയിം തന്നെയാണ്.
ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, ഫിറ്റിംഗ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്യാൻ നമുക്ക് ഇത്രയുള്ള മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് തന്നില്ലെങ്കിൽ മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് ആണ്, ഓർ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ എന്നും പറയാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 0 മുതൽ അപ് ടു ലാസ്റ്റ് വാല്യൂ വരെ എക്സിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ പി ഓഫ് എക്സ് കിട്ടും. പി ഓഫ് എക്സ് കിട്ടി കഴിഞ്ഞാൽ പി ഓഫ് എക്സ് ഇൻറ്റു സിഗ്മ എഫ് ആണ് എന്ത്, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് എന്ത്, ഫിറ്റിംഗ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതും. നിങ്ങളൊന്നും ചോദിക്കും പറയാൻ ചെയ്യാൻ ഞാൻ ക്ലിയർ ആണെന്നുള്ള കോൺസെപ്റ്റിൽ ഇങ്ങനെ മൂവ് ചെയ്യട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് സിമ്പിൾ ആണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാത്തത്. ഓക്കെ, ഓക്കെ, ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ. ഓക്കെ, അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പറഞ്ഞതാണ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് എന്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. കാരണം കണ്ടിന്യൂസ് ആണ്, 0 to 10 അല്ലെങ്കിൽ 10 to 20 അല്ലെങ്കിൽ എന്താണ് ബിറ്റ്വീൻ വാല്യൂസ്, ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു എക്സാക്റ്റ് ഒരു ഫൈനൈറ്റ് നമ്പേഴ്സിന്റെ പ്രോബിലിറ്റി അല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്നേ ഒരു ബിറ്റ്വീൻ അല്ലെങ്കിൽ എന്താണ് 0 to 10 അല്ലെങ്കിൽ 10 to 20 ഇതിന്റെ ഇടയിലുള്ള റേഷ്യോസിൽ വെച്ചിട്ടുള്ള പ്രോബിലിറ്റി, 10 to 20 കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയുണ്ട്, അല്ലെങ്കിൽ 20 to 50 കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. മറ്റെന്താണ് 4 ഹെഡ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് 4 ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്നാണ്. ക്ലിയർ ആയിട്ട് ഒരു ഫൈനൈറ്റ് നമ്പേഴ്സിന്റെ ഒരു ഡിസ്ക്രീറ്റ് നമ്പേഴ്സിന്റെ പ്രോബിലിറ്റിയാണ് നമ്മൾ ഇതുവരെ ഈ പോയിസണിലും അതുപോലെ തന്നെ ബൈനോമിയലിലും നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇവിടെ കണ്ടിന്യൂസിൽ എന്താണ് ബിറ്റ്വീൻ റേസിന്റെ ഇടയിലുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് എന്താണ് ഒരു കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. ഓക്കെ, then it was developed by De Moivre in 1733 ആണ്. The limited form of binomial distribution. The fundamental importance of normal distribution is that many population seems to follow approximately a pattern of distribution as described by normal distribution. Numerous phenomena such as the age distribution of any species, height of adult persons, intelligence test scores of students, etc. are considered to be normally distributed. Okay, normally distributed ആണ്. കാരണം ഈ നോർമൽ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ഹൈറ്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഹൈറ്റ് വെയിറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നോർമൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആണെങ്കിൽ ഹൈറ്റ് ആയാലും ഏജസ് ആണെങ്കിലും എന്നാൽ ഈ ഇപ്പൊ ഏജ് ആണെങ്കിൽ എന്താണ് നമ്മൾ ഈ ബികോം ഫൈനൽ ഇയർ ഏജ് എന്താണ് ഒരു ടാബിളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഏജ് ആണെങ്കിൽ ഒരു 19 to 21 എന്നുള്ളതിലാവും എന്ത് ചെയ്യും മെജോറിറ്റി ആൾക്കാരുണ്ടാകുക. ഓക്കെ, 19 to 21 എന്നുള്ള ഏജിലാവും എന്ത് ചെയ്യും മെജോറിറ്റി ആൾക്കാർ. പിന്നെ ആ ഒരു ഇതെന്ന് എന്താണ് കുറച്ച് ആൾക്കാർ മാത്രം എന്ത് ചെയ്യണം 20 ബിലോ ഏജോ അല്ലെങ്കിൽ 90 ബിലോ ഏജോ അതുപോലെ 21 എബോ ഏജും ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യാൻ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻസിന്റെ വാല്യൂസ് കിടക്കുക എന്നുള്ളതാണ്. പിന്നെ പോലെ തന്നെ നമ്മൾ പറഞ്ഞ റേഞ്ചസ് ആണ്, ബിറ്റ്വീൻ റേഞ്ചസ് വരെയുള്ള പ്രോബിലിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ യൂസ് ചെയ്യണത്. ഇപ്പോൾ ഏജ് ഡിസ്ട്രിബ്യൂഷൻസ് അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് അഡൾട്ട് പേഴ്സൺസ് ഇതൊക്കെ എന്താണ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. ഓക്കെ, മറ്റ് വാല്യൂസ് എന്താണ് ബിറ്റ്വീൻ ദി റേഞ്ചസിന്റെ ഇടയിലാണ് വരിക. ദ ഇന്റലിജൻസ് ടെസ്റ്റ് സ്കോർസ് ഓഫ് സ്റ്റുഡൻസ് ഇതൊക്കെ എന്താണ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വാല്യൂസ് ആവും. ഓക്കെ, വീണ്ടും ജോയിൻ ചെയ്യട്ടോ. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മീറ്റിംഗ് ഉണ്ടാവും, വീണ്ടും പെട്ടെന്ന് ജോയിൻ ചെയ്യട്ടോ. ഇത് നോക്ക്, എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെഡ് ടു ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഇറ്റ് ഇസ് പ്രോബിലിറ്റി ഫംഗ്ഷൻ ഈസ് ഒരു വലിയൊരു ഇക്വേഷൻസ് ആണ്, അതിൽ ഇമ്പോർട്ടൻ്റ് ഇല്ല, അതുകൊണ്ട് ആ ഇക്വേഷൻസ് ഇതിൽ ആഡ് ചെയ്തില്ല. ആ ഇക്വേഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി, അല്ലാതെ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല. ഇതിന് വൺ വേർഡിന് ചോദിക്കുകയാണ് ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ ആണെന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കുക. P of x into 1 divided by 2 pi sigma into e raised to half x minus mu divided by standard deviation all square. Okay, അപ്പോൾ ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷനോട് ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻ ആണ്.